തന്നു നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഇത് അതുപോലെ സംഭവിച്ചിരിക്കും. ഇത് പറയുമ്പം കേവലം ഒരു സെക്കൻഡ് കൊണ്ട് കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് കേട്ടെ. ചിറക് കരിഞ്ഞ ജീവിതങ്ങളില്ലേ, എന്നെ കേൾക്കുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ 33 ദിവസം നിയോഗം വച്ചിരിക്കുന്ന ഈ കുടുംബത്തിൽ ചിറക് കരിഞ്ഞ ജീവിതങ്ങളില്ലേ, ചിറക് കരിഞ്ഞ പ്രതീക്ഷകളില്ലേ, നിലത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന മനുഷ്യരില്ലേ, വട്ടം കറങ്ങുന്ന ഭാവി ജീവിതം, തകർന്ന് തരിപ്പണമായ കുടുംബ സാഹചര്യങ്ങൾ, നാല് വഴിക്കായിപ്പോയി, എല്ലാം തകർന്നു പോയി, ചിറക് കരിഞ്ഞു പോയി. സാരമില്ല, ദൈവം നിനക്ക് ചിറക് തരും. അത് മനുഷ്യൻ തരുന്ന പോലെയല്ല, നീ പറന്നതിൻ്റെ ഡബിൾ ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ബലമുള്ള ചിറക് നിനക്ക് തരും. കുടുംബജീവിതമാണോ തകർന്നത്? സാമ്പത്തികമാണോ തകർന്നത്? നിങ്ങളുടെ ആരോഗ്യമാണോ തകർന്നത്? അതിപ്പോൾ നിലത്ത് കിടന്ന് നീ വട്ടം കറങ്ങുമ്പോൾ നിരാശപ്പെടരുത്, ഡെസ്പാകരുത്, ഡൗൺ ആകരുത്, ഡിപ്രഷൻ വേണ്ട, നിരാശ വേണ്ട. ബൈബിൾ പറയുന്നു, നീ കഴുകന്മാരെ പോലെ പറക്കാനുള്ള ചിറക് തരുമെന്ന് മനുഷ്യനല്ല പറഞ്ഞു, ദൈവം പറഞ്ഞു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ആദ്യം വിശ്വസിക്കുക. ദൈവം ആദ്യം വിശ്വസിക്കേണ്ടത് ഇതാ. ആദ്യം അത്ഭുതം നടക്കുന്നതിന് മുമ്പ് വിശ്വസിക്കേണ്ടത് ഇതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം നിന്നെ വളർത്തും. എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല. ഒന്നും വേണ്ട. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവ്, അതിൻ്റെ ചൂട്ടിൽ ഒരു മനുഷ്യൻ ഒരു പാഷൻ ഫ്രൂട്ട് കയറ്റിവിട്ടു. അത് വളർന്ന ആ പ്ലാവിൻ്റെ മുകളിൽ മുഴുവനായി, അതൊരു കൂടുപോലെയായി. ഈ പ്ലാവിന് ആകെ ഞെരുങ്ങി. ആ പ്ലാവിന് അതിനെ തോപ്പിച്ച് വളരുക അത്ര എളുപ്പമല്ല. നല്ല ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. വേറൊരാൾ പറഞ്ഞ ആ പാഷൻ ഫ്രൂട്ട് വെട്ടിക്കള, അല്ലെങ്കിൽ ആ പ്ലാവ് ഉണങ്ങിപ്പോവും. ജീവിതവും ഇതുപോലാണ്. നമ്മൾ പോലും അറിഞ്ഞില്ല, ചിലത് നമ്മളെ തൊട്ട് കയറി തലയ്ക്ക് മുകളിൽ വെച്ച് നമ്മളെ അമക്കി ഞെരുക്കി നമ്മളെ ഒതുക്കുകയാണ്. നിന്നും ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു ഈ അവസ്ഥയിലാണ്. ചിലതിനെ വെട്ടിക്കളയാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പറ്റും. ചിലതിനെ വെട്ടിക്കളഞ്ഞ് നിൻ്റെ ആ തകർച്ചയും തളർച്ചയൊക്കെ മാറ്റി ആകാശത്തോളം ഉയരാൻ ദൈവം നിനക്ക് ചിറക് തരും. ഒറ്റ കാര്യം, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അരുളി ചെയ്തു, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചില്ലേലും ഞാനത് വിശ്വസിക്കുന്നു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിന്നിൽ, നിൻ്റെ കുടുംബത്തിൽ നിറവേറും. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. അത് വിശ്വസിക്കുന്നു എന്ന് പറ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ വ്യക്തി ഭാഗ്യവതിയായി മാറി. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തകർച്ചയിലായിരിക്കാം, നഷ്ടത്തിലായിരിക്കാം, ചിറക് കരിഞ്ഞു പോയി കാണും, ആകെ തകർന്നിരിക്കുമായിരിക്കും. അത്രയും പിടുത്തം വിട്ടൊരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആയിരിക്കും. എന്നാൽ വിശ്വസിക്കാമോ, സാംസൺ തൻ്റെ നേരെ വരുന്ന സിംഹത്തെ വലിച്ചു കീറി ഒരു ആട്ടിൻകുട്ടിയെ പോലെ കളഞ്ഞു. പേടിച്ചു പോയൊന്നുമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആവസിക്കുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം ആത്മാവ് മാത്രമല്ല, ആത്മാവും ജീവനുമാണ്. ഇത് നിങ്ങളിലുണ്ടെങ്കിൽ സിംഹത്തെ കടലാസ് പോലെ എറിയാൻ നിങ്ങൾക്ക് പറ്റും. വെല്ലുവിളി മാറും, പ്രതിസന്ധി മാറും, എല്ലാ ദുരിതങ്ങളും മാറും. എന്നിട്ട് മധുരിക്കുന്ന അനുഭവമായി അതൊക്കെ അങ്ങ് മാറും. ഇന്ന് സങ്കടമുള്ളെങ്കിലും നാളെ അത് തേൻ പോലെ മധുരിക്കും. നമ്മൾ പറയും, എനിക്ക് ഇങ്ങനെ ഒരു സങ്കടത്തിലായിരുന്നു, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പലരും പറയാറില്ലേ. ഇന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നത് തേൻ പോലെ മധുരിക്കുന്ന ഓർമ്മയായി നിങ്ങളെന്നുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ വെല്ലുവിളിക്കുന്നത് എവിടെയാണ് നിങ്ങൾ ചിറക് കരിഞ്ഞു പോയത്? എവിടെയാണ് നിങ്ങൾ തോറ്റത്? സാരമില്ല, നിനക്ക് ദൈവം ചിറക് തരും. നിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കും, കടൽ കടന്ന് പറക്കും, ഉയരങ്ങളിലെത്തും. ദൈവം അനുഗ്രഹിക്കും. കല്യാണ പാർട്ടി വന്നു. മാൽക്കിസ്റ്റ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന